ഇന്ന് നമുക്ക് ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പി നോക്കാം. ഉണക്കച്ചെമ്മീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും. ഒരു തക്കാളിയും മാങ്ങയും ഉണക്കച്ചെമ്മീനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. തലയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനാണ്. അതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒരു 3-4 വട്ടം നല്ല വൃത്തിക്ക് തന്നെ ഒന്ന് കഴുകി എടുത്ത് മാറ്റി വയ്ക്കുക. വെള്ളമൊക്കെ കളഞ്ഞൊന്ന് മാറ്റി വയ്ക്കുക. ഒരു 3 കഷ്ണം മാങ്ങ എടുക്കുന്നുണ്ട്. പുളി കൂടുതൽ വേണ്ടവർ കൂടുതൽ എടുക്കാം. എരിവിനാവശ്യത്തിന് പച്ചമുളക്, ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി എന്നിവ കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. നമ്മൾ മീൻകറിക്കൊക്കെ അരയ്ക്കുന്ന പോലെ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കഴുകി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കയ്യിലെടുക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞു വരണം, അതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഒരു ചട്ടി വെച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും പച്ചമുളകും തക്കാളിയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉണക്കച്ചെമ്മീനും കൂടെ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കുക. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ കറി നന്നായിട്ട് തിളച്ച് ഇതിൽ തക്കാളിയൊക്കെ വെന്തിട്ട് ഈ അരപ്പൊന്ന് വറ്റി വരണം. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കറി നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വേവെന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം. ഒന്നും കൂടെ അപ്പോൾ നമുക്ക് ഇതൊന്ന് വറ്റി വരട്ടെ. ഇപ്പം ഞാൻ തുറന്ന് വെച്ചിരിക്കുവാണ്. തക്കാളിയൊക്കെ കണ്ടോ നന്നായിട്ടൊന്ന് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഉടഞ്ഞ് ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. കടുക് പൊട്ടിക്കണമെങ്കിൽ കടുക് പൊട്ടിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ തന്നെ എടുക്കുവാണ്. ഉണക്കച്ചെമ്മീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അധികം ചേരുവകളൊന്നും വേണ്ടാത്ത നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു.